വീഡിയോയിലൂടെ നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് സം ഫങ്ഷൻ ഈക്വൽ ടു സം. നമുക്ക് ഏത് സംഖ്യകൾ തമ്മിലാണോ കൂട്ടേണ്ടത് അതിൻ്റെ റേഞ്ച് ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 20,000 കൂടി ആഡ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും ഇതിൽ ആഡ് ആയിട്ട് വരും. കാരണം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ D29 മുതൽ D34 വരെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഏത് റോ ഇൻസേർട്ട് ആയാലും അതെല്ലാം ഇതിലേക്ക് കാൽക്കുലേഷൻ വരുന്നു. ഓക്കെ, നമുക്ക് എവിടെയാണോ റിസൾട്ട് വരേണ്ടത് അവിടെ കഴ്സർ വെച്ചതിന് ശേഷം ഇവിടെ ഹോം ടാബിൽ ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിലുണ്ടാവും, അതിൽ ഓട്ടോ സം എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ഇക്വേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യും. ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. നമ്മൾ കീബോർഡിൽ ആൾട്ട് ഈക്വൽ ടു, ഓക്കെ, ഓട്ടോമാറ്റിക് സമ്മിൻ്റെ ഫങ്ഷൻ അവിടെ സം ഫോർമുല വന്നിട്ടുണ്ട്. ഡാറ്റ എല്ലാം റേഞ്ച് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി. നമുക്ക് സം ഫങ്ഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ ഇതിൻ്റെ സം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെയും ഈ ഒരു ഓരോ മന്തിലും സം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ജസ്റ്റ് ഒരു ഇറർ ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് റിസൾട്ട് എന്നുള്ളതെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ ഒരു എറർ ഫോമിലൂടെ വന്നിട്ടുണ്ട്. ആ എറർ ഫോമിലൂടെ വന്നതിനെ കൊണ്ട് നമുക്ക് ഈ ഒരു റോയില് ഫുള്ളായിട്ട് അതിൻ്റെ ടോട്ടൽ എററായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെപ്റ്റംബർ മന്തിലെ ടോട്ടലും എററായി, ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടലും എറർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സം ഫോർമുലിൻ്റെ ഒരു ലിമിറ്റേഷൻ. നമ്മളിവിടെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു കുറച്ച് റോസ് നമ്മൾ ഹൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടോട്ടൽ അപ്പോൾ ആ ഗ്രാൻഡ് ടോട്ടൽ തന്നെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആക്ച്വലി ഹൈഡ് ചെയ്യാത്തതിൻ്റെ സം എന്ന് പറഞ്ഞത് 5676 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കാണുന്നത് ഷോ ചെയ്യുന്നത് ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ സം ഫംഗ്ഷനിൽ നമ്മൾ കുറച്ച് എറേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ എറർ ഒഴിവാക്കാനാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ യൂസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്പറിൽ നമുക്ക് 1 മുതൽ 19 വരെ ഫങ്ഷൻസ് ഉണ്ട്. അതിലേത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ആവറേജ്, കൗണ്ട്, മാക്സ്, മിനിമം, അങ്ങനെ സമ്മ് എല്ലാം ഉണ്ട്. ഇപ്പോൾ സമ്മ് 9ാമത്തെ നമ്പറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കോമട്ട്. അടുത്തത് ഓപ്ഷൻസ്. അതായത് നമുക്ക് ഏതെങ്കിലും വാല്യൂസ് എറർ സംഭവിക്കുക, അല്ലെങ്കിൽ ഡാറ്റയിൽ ഹിഡൻ ആയിട്ട് എന്തെങ്കിലും വരിക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 7 എടുത്തു. ഓക്കെ, അതായത് അങ്ങനെ എന്ത് ഇഷ്യൂ വന്നാലും ഈ അതിനനുസരിച്ചിട്ട് ബാലൻസ് എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കണം ടോട്ടൽ വരേണ്ടത് എന്നുള്ളത് ആ ഒരു ആർഗ്യുമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ അറേ സെലക്ട് ചെയ്യാം. അറേ സെലക്ട് ചെയ്ത് ഇനി കെ എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാം. ഓക്കെ, എൻ്റർ. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു കുറച്ച് ഡാറ്റ എന്ത് ചെയ്യാം, ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടോട്ടൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഹൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി, ഈ ബാലൻസ് വരുന്നതിൻ്റെ മാത്രം ടോട്ടലായിട്ട് വന്ന് നമ്മൾ ഈ സബ് ടോട്ടലൊക്കെ വരുന്ന പോലെ ആ ഒരു എത്രയാണോ ഇവിടെ വിസിബിൾ ആയിട്ടുള്ളത് അത് മാത്രം നമുക്ക് എന്താവും ടോട്ടലായിട്ട് കാണിക്കും. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു എറർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നേരത്തെ സം ഫംഗ്ഷനിൽ നമ്മൾ ചെയ്ത പോലെ. അപ്പോൾ ആ ഒരു സെല്ലിലുള്ള വാല്യൂ ഒഴിവാക്കി ബാക്കിയുള്ളതിൻ്റെ ടോട്ടൽ ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഡാറ്റ നില്ലാണെന്നുണ്ടെങ്കിലും അഗ്രിഗേറ്റ് ഫംഗ്ഷൻ വർക്ക് ആവുന്നതാണ്. ഇനി നമുക്ക് ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷനിൽ ഇവിടെ ഓരോ നമ്പറുകളും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ടോട്ടലിൽ വരുന്ന മാറ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ 9 കൊടുത്ത സമയത്ത് ഇതിൻ്റെ ടോട്ടൽ സമ്മ് വന്നിട്ടുണ്ട്. ഇനി 1 കൊടുത്താൽ ആവറേജ് കിട്ടി. ഈ 2 കൊടുത്താൽ ഇതിൻ്റെ കൗണ്ട്, അതേപോലെ 4 കൊടുത്താൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് നമ്പർ, അതേപോലെ 5
കൊടുത്താൽ മിനിമം ഏറ്റവും ചെറിയ നമ്പർ. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൊടുത്തു. അതിനുശേഷം വരുന്ന മുമ്പ് നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് സം വേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യും 9 കൊടുക്കും. അതേപോലെ ആവറേജ് വേണ്ടത് 1 കൊടുക്കും. ഇതിന് പകരം ഞാൻ ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം കോമ, ഇനി നമ്മൾ 7 സെലക്ട് ചെയ്തു, കോമ, ഇനി അര സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് 1 ആവറേജ്, അതേപോലെ 2 കൗണ്ട്, ഇനി 9 സം, അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഒരു ഡാറ്റയിൽ എനിക്ക് അത് ഓരോ മാസത്തെ രണ്ടാൾക്കാരുടെ ESI PFനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ ഫാസിൽ എന്ന ആളുടെ ഏപ്രിൽ മാസത്തെ ESI 135, ഫാസിൽ എന്ന ആളുടെ ഏപ്രിൽ മാസത്തെ PF 1800, അങ്ങനെ നിഷാം എന്ന ആളുടെ ഇതേപോലെ ഏപ്രിൽ മാസത്തെ ESI ആൻഡ് PF വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസത്തെ ESI ടോട്ടൽ എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത്, അതായത് 2 പേരുടെയും കൂടി ടോട്ടൽ ESI ആൻഡ് PF ഏപ്രിൽ മെയ് ജൂൺ എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ വാല്യൂ ടോട്ടലായിട്ട് കിട്ടണം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ESI എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ടോട്ടൽ ഇതിൽ കിട്ടണം. അതേപോലെ PF എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടലും കിട്ടണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ SUMIF ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യും. എന്തെങ്കിലും നമുക്ക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട് സം ചെയ്യുന്നതിനാണ് SUMIF യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ SUMIF ഫംഗ്ഷൻ ഫോർമുല എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. SUMIF ഫസ്റ്റ് ചോദിക്കുന്ന ആർഗ്യുമെന്റ് റേഞ്ച് എന്നുള്ളതാണ്. ഈ ESI എന്നുള്ള ഡാറ്റ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഈ ഒരു ഡാറ്റയിൽ ഏത് കോളത്തിലാണ് ഉള്ളത്, ഇപ്പോൾ D കോളത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ റേഞ്ച് നമ്മൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, കോമ ഇട്ടു. നെക്സ്റ്റ് ക്രൈറ്റീരിയ, ESIൻ്റെ ടോട്ടലാണല്ലോ വരേണ്ടത്, അത് നമ്മൾ ESI എന്നുള്ളത് സെലക്ട് ചെയ്തു. അടുത്തത് ചോദിക്കുന്നത് സം റേഞ്ച്, അപ്പോൾ എമൗണ്ട് എവിടെയാണുള്ളത് അതും സെലക്ട് ചെയ്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്. 867. അതേപോലെ തന്നെ നമുക്ക് PF എന്നുള്ളതും അതിൻ്റെ സമ്മും നമുക്ക് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് PF എന്ന ടെക്സ്റ്റ് ഉള്ള കോളം നമ്മൾ ഫുള്ള് ആ റേഞ്ച് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ക്രൈറ്റീരിയ PF എന്നുള്ളത് സെലക്ട് ചെയ്തു, കോമ, സം റേഞ്ച്, സം ഇരിക്കുന്ന കോളം നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഈ ടോട്ടൽ ടാലി ആണ്. അപ്പോൾ ESIൻ്റെ ടോട്ടൽ കിട്ടി, അതേപോലെ PFൻ്റെ ടോട്ടലും കിട്ടി. SUMIF ഫംഗ്ഷനിൽ നമ്മൾ ഈ ESI ആൻഡ് PF സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു 3 മാസത്തെ ടോട്ടൽ ചെയ്തെടുത്ത്, ഇനി എനിക്കിത് ഈ ഫാസിൽ എന്ന ആളുടെ അല്ലെങ്കിൽ നിഷാം എന്ന ആളുടെ ESIൻ്റെ ടോട്ടൽ എത്ര എന്നുള്ളത് അറിയണം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് SUMIFS ഫംഗ്ഷനിൽ നോക്കാം. ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് എങ്ങനെ സം ഫംഗ്ഷൻ ചെയ്യാന്നുള്ളത് നോക്കാം. is equal to SUMIFS സം റേഞ്ച്. നേരത്തെ SUMIF ഫംഗ്ഷനിൽ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്രൈറ്റീരിയ റേഞ്ച് ആയിരുന്നു, പക്ഷേ ഇതിൽ ആദ്യം ചോദിക്കുന്ന ആർഗ്യുമെന്റ് സം റേഞ്ച് ആണ്. സം റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്ത്, കോമ, നെക്സ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച് 1. ക്രൈറ്റീരിയ നമ്മൾ ഈ ESI എന്നുള്ളതിൻ്റെ ആ ടെക്സ്റ്റ് ഇരിക്കുന്ന കോളം അത് ക്രൈറ്റീരിയ 1 ആയിട്ട് എടുത്ത്, ഓക്കെ, റേഞ്ച് സെലക്ട് ചെയ്ത്, കോമ, ഇനി ആ ക്രൈറ്റീരിയ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം, അത് സെലക്ട് ചെയ്തു, കോമ, നെക്സ്റ്റ് ഇനി ക്രൈറ്റീരിയ റേഞ്ച് 2. അതായത് പേര് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അതായത് ആൾക്കാരുടെ സമ്മ് കിട്ടേണ്ടത്. ESIൻ്റെ ആണെങ്കിൽ ESIൻ്റെ, PF ആണെങ്കിൽ PF, അതിൻ്റെ ടോട്ടൽ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പേരിരിക്കുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇരിക്കുന്ന കോളം നമുക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയ റേഞ്ച് 2 ആയിട്ട് കൊടുക്കാം. അത് കൊടുത്ത്, ഓക്കെ, കോമ, ഇനി ആ ക്രൈറ്റീരിയ ഏതാണെന്നുള്ളത് ആ ഒരു സെല്ലും നമ്മൾ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ്. 495. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് PFും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിഷാം എന്ന ആളുടെ ESI ഈ 3 മാസത്തെ ESI 495, PF 5315.
അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ വെച്ചിട്ട് വാല്യൂസിൻ്റെ ടോട്ടൽ സം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ SUMIFS ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.